നമസ്കാരം. അനിഴം നക്ഷത്രക്കാരുടെ വിഷുഫലം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലഘട്ടം നിങ്ങളുടെ മടിയും അലസതയും മാറ്റിവെച്ച് കഴിഞ്ഞാൽ നിങ്ങളിറങ്ങുന്ന എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. കൂടാതെ നിങ്ങൾക്ക് വാഹന സംബന്ധമായും ഒരുപാട് നേട്ടങ്ങളും ലാഭങ്ങളും ലഭിക്കുന്ന സമയം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മടി, അലസത ഇതെല്ലാം മാറ്റിവെക്കുക. എല്ലാ കാര്യവും വളരെ സ്മാർട്ടായിട്ട് ഇറങ്ങി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഇത് വിജയം കൈവരിക്കുവാൻ സാധിക്കും. എന്ത് കാര്യത്തിനിറങ്ങുമ്പോഴും ഗണപതി ഭഗവാനെ ദർശനം നടത്തുകയും ഭഗവാന്റെ നാളികേരം മുടക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. കൂടാതെ വാഹന സംബന്ധമായി ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് നിത്യവും ജോലി ഉണ്ടാകുക, വരുമാനം ഉണ്ടാകുക, അത് സേവ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, എല്ലാം ചെയ്യുവാൻ പറ്റുന്ന ഒരു വർഷം തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങളുടെ മടി ഇതിനൊന്നും നിങ്ങളെ അനുവദിക്കില്ല. മടിയെല്ലാം മാറ്റിവെച്ച് സ്മാർട്ടായിട്ട് വളരെ താല്പര്യത്തോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ധനലാഭം ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, നിങ്ങൾ ഈ മടി മൂലം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് വരുന്നത്. അതെല്ലാം മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ ഈ വ്യക്തികൾക്ക് ലഹരി സംബന്ധമായ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അവിടെയും നിങ്ങളുടെ മനസ്സൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. നിങ്ങൾ ആത്മാർത്ഥമായി വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റുവാനും അതിൽ നിന്നും നിങ്ങൾക്ക് മോചിതനാകുവാനും ധനം ലാഭിക്കുവാനും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും എല്ലാം സാധിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഗണപതി ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ഭഗവാൻ നാളികേരം ഉടയ്ക്കുക, ഗണപതി ഹോമം നടത്തുക, എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല, ദോഷഫലങ്ങളാണ് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് ഇപ്പോഴത്തെ ദിശാപ്രകാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊരു പൊതുഫലമാണ്. ചാരവശമുള്ള ഫലത്ത് എല്ലാവർക്കും ഇതേപോലുള്ള ഗുണഫലങ്ങൾ വരുവാൻ സാധ്യത കുറവാണ്. കാരണം നിങ്ങളുടെ ജാതകത്തിൽ ദോഷമുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതലും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈയൊരു ഫലം ജീവിതത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ജാതകദോഷം കൂടി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിഷുഫലത്തിലെ എല്ലാ ഗുണഫലങ്ങളും ജീവിതത്തിൽ വരികയും മടിയെല്ലാം മാറി സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ജാതക സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.